ഹായ് മക്കളെ, എല്ലാവർക്കും എഡ്യൂസാറ്റ് ലേണിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഒന്നാമത്തെ നമ്മൾ പഠിച്ചു നെയിമിങ്ങും ഐസോമർസും ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ട് റിയാക്ഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു. ഒന്ന് ആദേശവും രണ്ട് അഡീഷനും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിമറൈസേഷനെ കുറിച്ചാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് കൂട്ടുക തന്നെ, നിങ്ങൾക്ക് ക്ലാസ് പ്രയോജനപ്പെട്ടാൽ മാക്സിമം കൂട്ടാലൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. ഓക്കെ അല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ മക്കളോട് ചോദിക്കാം, എന്താ മക്കളെ പോളിമർ എന്ന വാക്ക്? എന്താ ഈ പോളിമർ? എന്താ ഈ പോളിമർ? ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കസേര, പ്ലാസ്റ്റിക് കസേര, പ്ലാസ്റ്റിക് ഡെസ്ക്, പിന്നെ PVC പൈപ്പ് കേട്ട് കാണുമല്ലോ, നമ്മുടെ വണ്ടിയുടെ ടയർ ഉപയോഗിക്കുന്ന റബ്ബർ, ഇതെല്ലാം എന്താണ്? പോളിമർ ആണ്. നമുക്കറിയാം PVC പൈപ്പ് എന്ന് വെച്ചാൽ പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. പോളിവിനൈൽ ക്ലോറൈഡ് ആണ് PVC പൈപ്പ്. എല്ലാ കുഞ്ഞുങ്ങളും കേട്ട് കാണും അല്ലേ? ഇങ്ങോട്ട് നോക്ക്, എല്ലാവരും എന്താണ് PVC പൈപ്പ് എന്ന് കേട്ട് കാണും. PVC എന്താണ്? ഒരു പോളിമർ ആണ്. അപ്പൊ എന്താ പോളിമർ? ഒന്നുമില്ല, ഇങ്ങോട്ട് നോക്കുക, അനേകം ചെറിയ തന്മാത്രകൾ അടുക്കി 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 വെച്ചുണ്ടാകുന്ന വലിയ തന്മാത്രയാണ് പോളിമർ. അനേകം ചെറിയ മോളിക്യൂൾസ് അടുക്കി 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 വെച്ചുണ്ടാകുന്ന വലിയ മോളിക്യൂൾസ് ആണ് എന്ത്? പോളിമർ. ഏറ്റവും ചെറിയ മോളിക്യൂൾസിനെ പറയുന്ന പേരാണ് മോണോമർ. മോണോമർ മനസ്സിലായോ? വലിയ മോളിക്യൂൾസ് പോളിമറും ചെറിയ മോളിക്യൂൾസ് മോണോമറുമാണ്. നമുക്കറിയാം PVC പൈപ്പ് നമുക്ക് എടുക്കാം. PVC എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു പോളിമർ ആണ്. PVC പ്ലാസ്റ്റിക് ആണ് PVC. നമുക്കറിയാം അനേകം വിനൈൽ VC എന്ന് വെച്ചാൽ വിനൈൽ ക്ലോറൈഡ്. അനേകം വിനൈൽ ക്ലോറൈഡ് ചേരുമ്പോഴാണ് എന്ത് കിട്ടുക? പോളിവിനൈൽ ക്ലോറൈഡ് കിട്ടുക. മനസ്സിലായോ? അപ്പൊ ഈ വിനൈൽ ക്ലോറൈഡ് ആണ് എന്ത്? മോണോമർ. വിനൈൽ ക്ലോറൈഡ് ആണ് എന്ത്? മോണോമർ. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താ പോളിമർ? പോളിമർ എന്ന വാക്കിന്റെ അർത്ഥം, പോളി എന്ന് വെച്ചാൽ മെനി എന്ന, ഒരുപാട്. പോളി ഒരുപാട്, മെനി. മെർ എന്ന വാക്കിന്റെ അർത്ഥം യൂണിറ്റ് എന്നാണ്, ഒരുപാട് യൂണിറ്റ്. മനസ്സിലായോ? നമുക്ക് നോക്കാം. അപ്പൊ എന്താ പോളിമറൈസേഷൻ? ഈസ് ദ പ്രോസസ് ബൈ വിച്ച് സിമ്പിൾ മോളിക്യൂൾസ് ജോയിൻ ടുഗദർ ടു ഫോം ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ്. ഞാൻ പറഞ്ഞു, അനേകം ചെറിയ മോളിക്യൂൾസ് ചേർന്ന് ഒരു കോംപ്ലക്സ് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. അതാണ് പോളിമർ. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. ക്ലിയർ ആണോ? പോളി എന്ന വാക്കിന്റെ അർത്ഥം മെനി എന്നും മെർ എന്ന വാക്കിന്റെ അർത്ഥം യൂണിറ്റ് അഥവാ പാർട്ട്. യൂണിറ്റ് അഥവാ പാർട്ട് എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പൊ ഈ പോളിമറൈസേഷൻ പ്രധാനമായും രണ്ട് തരമുണ്ട്. ഒന്ന് അഡീഷൻ പോളിമറും രണ്ട് കണ്ടൻസേഷൻ പോളിമറും. എന്താ ഈ റിയാക്ഷൻ? ഈ പോളിമർ ഉണ്ടാകുന്ന ഈ റിയാക്ഷൻ രണ്ട് തരമുണ്ട്. ഒന്ന് അഡീഷൻ പോളിമറും രണ്ട് കണ്ടൻസേഷൻ പോളിമർ. എന്താ അഡീഷൻ പോളിമർ? ഒന്നുമില്ല, സെയിം ടൈപ്പ് മോണോമർ ആയിരിക്കും, ഒരൊറ്റ മോണോമറെ കാണത്തുള്ളൂ. ഞാൻ പറയാം, പോളിവിനൈൽ ക്ലോറൈഡ്. മോണോമർ വിനൈൽ ക്ലോറൈഡാ. ഒരുപാട് വിനൈൽ ക്ലോറൈഡ് കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് കിട്ടത്തുള്ളൂ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇങ്ങോട്ട് നോക്ക്, ക്ലിയർ ആണോ മക്കളെ? അപ്പം ഈ വിനൈൽ ക്ലോറൈഡ് മാത്രമേ ഇവിടെ ഉള്ളല്ലോ, ഒരൊറ്റ ടൈപ്പ് മോണോമർ ഉള്ളെങ്കിൽ അതാണ് അഡീഷൻ പോളിമർ എന്ന് പറയും. ഓക്കെ, എന്താ അഡീഷൻ പോളിമർ ആർ ഒബ്റ്റെയിൻഡ് ബൈ ദ റിപ്പീറ്റഡ് അഡീഷൻ റിയാക്ഷൻ ഓഫ് മോണോമർ. ഒരൊറ്റ ഇപ്പൊ X എന്നൊരു മോണോമർ ഉണ്ടെങ്കിൽ X മാത്രമായിരിക്കും ആ പോളിമറിലുള്ളത്. ഒരൊറ്റ ടൈപ്പ് മോണോമറെ കാണത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പോളിവിനൈൽ ക്ലോറൈഡ് ഒരു അഡീഷൻ പോളിമറാ. അനേകം വിനൈൽ ക്ലോറൈഡ് അടുക്കി അടുക്കി വെച്ചാണ് പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ടാക്കുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? അതിന് എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെയാണ് മക്കളെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈത്തീൻ. ഈത്തീൻ എല്ലാവർക്കും അറിയാം. ഈത്തീൻ ഒന്ന് കാണിച്ച്, CH2 ഡബിൾ ബോണ്ട് CH2. ഇതാണ് ഈത്തീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈത്തീൻ എന്ന് കൊടുത്താൽ ഒരുപാട് ഈത്തീനുണ്ട്, ഒരുപാട് ഈത്തീനുണ്ട്. ഇതിനെ പോളിമറൈസേഷൻ ചെയ്യുക ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ.
ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആകും. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്തായി മാറും? സിംഗിൾ ബോണ്ടായി മാറും അല്ലേ? ഓക്കെ ആണല്ലോ. എന്നിട്ട് നോക്കി n ടൈംസ്, n എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്, ഇങ്ങോട്ടും ഒരുപാടുണ്ടെന്ന് അർത്ഥം. ഇതാണ് മക്കളെ, ഇത് ഈഥീനാണ്, ഇതിന്റെ പേരാണ് പോളി ഈഥീൻ. എന്താണ്? പോളി ഈഥീൻ എന്ന് വരും. അപ്പൊ പോളി ഈഥീന്റെ മോണോമർ ഈഥീനാണ്. അനേകം ഈഥീൻ ചേരുമ്പോഴാണ് പോളി ഈഥീൻ കിട്ടുക. രണ്ടാമത്തെ നമുക്ക് എപ്പോഴും അറിയാവുന്ന വിനൈൽ ക്ലോറൈഡ്, PVC, പോളി വിനൈൽ ക്ലോറൈഡ്. ശ്രദ്ധിക്കാം, CH2 ഡബിൾ ബോണ്ട് CHCl, ഇതാണ് വിനൈൽ ക്ലോറൈഡ്. ഇവിടെ എന്നിട്ടാൽ അതിന്റെ അർത്ഥം എന്താ? ഒരുപാട് വിനൈൽ ക്ലോറൈഡ് ഉണ്ട്, അല്ലേ? ഇതിന് ഞാൻ എന്താണ്? പോളിമറൈസേഷൻ ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്താണ്? ബ്രേക്ക് ചെയ്ത് എന്തായി മാറും? സിംഗിൾ ബോണ്ടായി മാറും. അപ്പൊ എന്താ? CH2 സിംഗിൾ ബോണ്ട് CH, ഇവിടെ Cl വരും. ഇവിടെ n ടൈം ഉണ്ട്, n ടൈം. അങ്ങോട്ടും ഒരുപാട്, ഇങ്ങോട്ടും ഒരുപാട്. കണ്ടോ? ഒരുപാടുണ്ട്. ഒരിക്കലും PVCക്കകത്ത് ഒരു വിനൈൽ ക്ലോറൈഡ് മാത്രമല്ല, നമ്പർ ഉണ്ട്, ഒരുപാടുണ്ട്. അതിനാണ് ഈ n കൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണ് എന്റെ മക്കൾക്ക് വിശ്വസിക്കുന്നു. ഇങ്ങോട്ട് നോക്കണേ. അപ്പൊ PVC, പോളി വിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ വിനൈൽ ക്ലോറൈഡ് ആണ്. ഇനി നോക്കിയാൽ അടുത്തത് നമുക്കറിയാം, പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ, ഇതാണ് ടെഫ്ലോൺ എന്നറിയാം. ടെഫ്ലോൺ നിങ്ങൾക്കറിയാം എന്ത്? ഈ ടെഫ്ലോൺ നമ്മുടെ ഈ നോൺ സ്റ്റിക് പാത്രമില്ലേ, അതിന്റെ അകമൊക്കെ നിർമ്മിച്ചിരിക്കുന്നില്ലേ? നോൺ സ്റ്റിക്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക് പാത്രം, അതിന്റെ അകത്ത് നിർമ്മിച്ചിരിക്കും, അതാണ് ടെഫ്ലോൺ എന്ന് പറയും. ടെഫ്ലോൺ എന്ന് വെച്ചാൽ പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ്. അപ്പൊ അതിന്റെ മോണോമർ എന്തായിരിക്കും? അനേകം ടെട്രാഫ്ലൂറോ ഈഥീൻ. ടെട്രാഫ്ലൂറോ എന്ന് വെച്ചാൽ 4 ഫ്ലൂറിൻ വരും, ഈഥീൻ ഡബിൾ ബോണ്ട് വരും, അല്ലെ? അതെ, CF2 ഡബിൾ ബോണ്ട് പറഞ്ഞു, CF2. കണ്ടോ? ഇവിടെ n ടൈംസ് എന്ന് വെച്ചാൽ ഒരുപാട് ടെട്രാഫ്ലൂറോ ഈഥീൻ ഉണ്ട്. ഇതിനെ ഞാൻ പോളിമറൈസ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്തായി മാറും? എന്റെ മക്കള് പറ, സിംഗിൾ ബോണ്ടായി മാറും. അപ്പോൾ എന്തായി മാറും? CF2 സിംഗിൾ ബോണ്ട് CF2 അല്ലേ? ഇങ്ങോട്ടുണ്ട് ഒരുപാട്, ഇങ്ങോട്ട് ഒരുപാടുണ്ട്. എത്ര ടൈംസ്? n. മനസ്സിലായി? ഇതാണ് പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. ഇതെല്ലാം ഹൈ ടെമ്പറേച്ചർ ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് അഡീഷൻ പോളിമർ എന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം ഇവിടെ ഇതാണ് പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ, അതിന്റെ മോണോമർ ടെട്രാഫ്ലൂറോ ഈഥീൻ. ഇവിടെ ടെട്രാഫ്ലൂറോ ഈഥീൻ മാത്രമേ ഉള്ളതേ. മനസ്സിലായോ? ഓക്കെ, ഒരേ ടൈപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ മക്കളെ? ഇങ്ങോട്ട് നോക്കിയിരി. അപ്പൊ ഈ പോളിമറിന് കുറച്ച് യൂസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചോണം. അഡീഷൻ പോളിമറിന്റെ യൂസ് ഒന്നാമത്തെയാണ് PVC. നമുക്കറിയാം PVC എന്ന് വെച്ചാൽ വിനൈൽ ക്ലോറൈഡ് ആണ് മോണോമർ. പോളി വിനൈൽ ക്ലോറൈഡ്, മോണോമർ വിനൈൽ ക്ലോറൈഡ്. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്തിനാ ഉപയോഗിക്കുന്നത്? മാനുഫാക്ചർ ഓഫ് പൈപ്പ്. ഞാൻ പറഞ്ഞ പൈപ്പ് PVC പൈപ്പ് അല്ലേ മക്കളെ? ഇങ്ങോട്ട് നോക്ക്. പ്ലാസ്റ്റിക് ഫർണിച്ചർ, വീട്ടുപയോഗിക്കുന്ന ഫർണിച്ചർ, കസേര അല്ലേ, ഡെസ്ക് ഒക്കെ ഇല്ലേ, പ്ലാസ്റ്റിക് ഡെസ്ക്, ഈ സാധനം PVC ആ. കോട്ടിംഗ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടർ, നമുക്ക് ഇലക്ട്രിക് വയറൊക്കെ ഇല്ലേ, അത് കോട്ട് ചെയ്യത്തില്ലേ, അതൊക്കെ എന്താണ്? PVC ആ. PVC എന്ന് വെച്ചാൽ എന്താണ്? പ്ലാസ്റ്റിക് ആണ് മക്കളെ, പ്ലാസ്റ്റിക് ആണ്. യൂസ് പഠിച്ചു വെച്ചോ. ക്ലിയർ? അപ്പൊ ഒന്നും കൂടെ പറയാം, PVCക്കകത്ത മോണോമർ എന്റെ കുഞ്ഞുങ്ങൾ ഒന്ന് പറഞ്ഞ വിനൈൽ ക്ലോറൈഡ്. ഇനി അടുത്ത പറ, പോളി ഈഥീൻ. എന്താ മോണോമർ? ഈഥീൻ ആണ്. എന്തുപയോഗിക്കുന്നു? മാനുഫാക്ചർ ടാർപോളിൻ ഷീറ്റില്ലേ, ടാർപോളിൻ ഷീറ്റ് നിർമ്മിക്കാനും, ക്യാരി ബാഗില്ലേ, നമ്മുടെ ക്യാരി ബാഗ്, അതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് എന്ത്? പോളി ഈഥീൻ. മോണോമർ ഈഥീൻ. ഇനി അടുത്തത് ഓക്കെ, നാച്ചുറൽ റബ്ബർ. നമുക്കറിയാം കോട്ടയം ഭാഗത്തുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയായിരിക്കും, റബ്ബർ ഇല്ലേ, റബ്ബർ വെട്ടുമ്പോൾ നാച്ചുറൽ റബ്ബർ ഇല്ലേ, റബ്ബർ പാല്, അതാണ് നാച്ചുറൽ റബ്ബർ. അതിൻ്റെ അകത്തുള്ള മോണോമർ ആണ് ഐസോപ്രീൻ. ചോദിച്ചോണം,
എന്താണ് പഠിച്ചു വെച്ചോണം? മാനുഫാക്ചർ ഓഫ് ടയർ. ടയർ നിർമ്മിക്കാനാണ് നാം പറഞ്ഞത്. നമുക്കറിയാം ടയർ നിർമ്മിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ കുഞ്ഞുങ്ങളെ? ഐസോപ്രീൻ ആണ് നാച്ചുറൽ റബ്ബർ. ഇനി അടുത്ത ടെഫ്ലോൺ. ഞാൻ പറഞ്ഞതാണ് ടെഫ്ലോണിന്റെ അകത്തെ മോണോമർ ചോദിച്ചാൽ ടെട്രാഫ്ലൂറോ ഈഥീൻ, ടെട്രാഫ്ലൂറോ ഈഥീൻ, ടെട്രാഫ്ലൂറോ ഈഥീൻ, ടെട്രാഫ്ലൂറോ ഈഥീൻ. എന്തുപയോഗിക്കുന്നു? കോട്ടിംഗ് ഓഫ് ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക് കുക്ക്വെയർ. ഞാൻ പറഞ്ഞ നോൺ സ്റ്റിക് പാത്രത്തിന്റെ അകഭാഗം നിർമ്മിക്കാൻ. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. അടുത്തയാണ് ഓർലോൺ. ഓർലോൺ. ഈ ഓർലോണിന്റെ മറ്റൊരു പേരാണ് പോളി അക്രിലോ നൈട്രിൽ. എന്താണ്? പോളി അക്രിലോ നൈട്രിൽ. ഓറിലോൺ, ഓർലോൺ, ഓർലോൺ. പഠിച്ചോ? പോളി അക്രിലോ നൈട്രിൽ. ഈ ഓർലോൺ ഇതെല്ലാം എന്താണ്? അഡീഷൻ പോളിമറിന് ഉദാഹരണമാണ്. ഓർലോൺ, പോളി അക്രിലോ നൈട്രിൽ. എന്താണ് മോണോമർ? മോണോമർ എന്താണ്? വിനൈൽ സയനൈഡ് അല്ലെങ്കിൽ അക്രിലോ നൈട്രിൽ. കാരണം ഈ പോളിന് ശേഷമുള്ള അക്രിലോ നൈട്രിൽ അല്ലെങ്കിൽ വിനൈൽ സയനൈഡ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഓർലോൺ എന്തിനു ഉപയോഗിക്കുന്നു? മാനുഫാക്ചർ ഓഫ് സിന്തറ്റിക് ഫൈബർ. സിന്തറ്റിക് ഫൈബർ, കൃത്രിമ നാരുകൾ നിർമ്മിക്കാൻ. കൃത്രിമ നാരുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് ഓർലോൺ അല്ലെങ്കിൽ പോളി അക്രിലോ നൈട്രിൽ. എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി? ഒന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, ഒന്ന് പഠിച്ചു. യൂസ് പഠിച്ചു വെച്ചോ. 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, മോണോമറൊക്കെ എന്ത് ചെയ്യാ? ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. മോണോമറൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അഡീഷൻ പോളിമർ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊക്കെ നോക്കിയേ, ഇതിൻ്റെ അകത്തെല്ലാം ഒരൊറ്റ മോണോമറേ ഉള്ളൂ. ഒറ്റ മോണോമറേ ഉള്ളെങ്കിൽ അതെന്താണ്? അഡീഷൻ. ഒറ്റ മോണോമർ റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അതെന്താണ്? അഡീഷൻ ആണ്. എന്നാൽ വ്യത്യസ്ത ഇനം മോണോമർ ഉണ്ടെങ്കിൽ അത് കണ്ടൻസേഷൻ ആണ്. വ്യത്യസ്ത ഇനം കാണും, 2 എണ്ണം കാണും. ആ 2 എണ്ണം അഡീഷൻ ആഡ് ചെയ്ത് വരും, 2 എണ്ണം ആയിരിക്കും. വ്യത്യസ്ത ഇനമായിരിക്കും. ഒരെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ ഇപ്പൊ വിനൈൽ ക്ലോറൈഡ് മാത്രമേ ഉള്ളൂ അല്ലേ? ഈ പറയുന്ന ടെഫ്ലോണിന്റെ അകത്ത് ടെട്രാഫ്ലൂറോ ഈഥീൻ മാത്രമേ ഉള്ളൂ. എന്നാൽ കണ്ടൻസേഷൻ അങ്ങനെയല്ല മക്കളെ. പഠിച്ചോ? വ്യത്യസ്തങ്ങളായ മോണോമറുകൾ സംയോജിച്ച്, കണ്ട, വ്യത്യസ്തങ്ങളായ മോണോമർ സംയോജിച്ചുണ്ടാകുന്ന പോളിമർ, ഡിഫറെന്റ് ടൈപ്പ്. Condensation polymer is the process in which different monomer combine together to form large compound. മനസ്സിലായി? ഡിഫറെന്റ് മോണോമർ ആയിരിക്കും, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ കണ്ടൻസേഷൻ പോളിമർ നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ തന്മാത്ര സിമ്പിൾ മോളിക്യൂൾസ് എന്ത് ചെയ്യും? റിമൂവ് ആകും. സിമ്പിൾ മോളിക്യൂൾസ് എന്ത് ചെയ്യും? റിമൂവ് ആകും. മനസ്സിലായോ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോണോമർ ആയിരിക്കും. അങ്ങനെ കണ്ടൻസേറ്റ് ചെയ്യുമ്പോൾ എന്ത് ഉപയോഗിക്കും? അതിൽ നിന്ന് ഒരു സിമ്പിൾ മോളിക്യൂൾസ് എന്ത് ചെയ്യും? റിമൂവ് ആകും. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അതിന് എക്സാമ്പിൾ ആണ് നൈലോൺ 66. നൈലോൺ 66-നകത്ത് 2 മോണോമർ ഉണ്ട്. ഒന്നാമത്തെയാണ് അഡിപ്പിക് ആസിഡ്. എന്താണ്? അഡിപ്പിക് ആസിഡും രണ്ടാമത്തെ ഹെക്സാമെത്തിലിൻ ഡയമീനും. കണ്ട, 2 മോണോമർ ഉണ്ട്, വ്യത്യസ്ത മോണോമറ. അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനും. ഈ നൈലോൺ 66 കണ്ടൻസേഷൻ പോളിമർ ആണ്. നമുക്ക് നോക്കാം. അഡിപ്പിക് ആസിഡ് ആകുമ്പോൾ ആസിഡ് കാണുമെന്ന് നമുക്കറിയാം. അഡിപ്പിക് ആസിഡ് ഉണ്ട്. ആസിഡിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്ന് പറഞ്ഞേ മക്കളെ. COOH ആണ്. അപ്പൊ നോക്കി എങ്ങനെയാണ് അഡിപ്പിക് ആസിഡിന്റെ ഫോർമുല എഴുതുക? പഠിച്ചോണം. CH2. ഓക്കെ അല്ലെ? 4 എണ്ണം ഉണ്ട്. അഡിപ്പിക് ആസിഡ് അടുത്തടുത്ത ആസിഡ് ഉണ്ട്. ഒന്ന് ഓർത്താൽ മതി. CH2 അഡിപ്പിക് ആസിഡ് അടുത്തടുത്ത ആസിഡ് ഉണ്ട്. ഇവിടെ എന്താണ്? COOH. ഇവിടെ എന്താണ്? ഞാൻ COOH. മനസ്സിലായോ? പ്ലസ് ഇവിടെ N ഇതുണ്ട്, ഒരുപാട് അഡിപ്പിക് ആസിഡ് ഉണ്ട്. പ്ലസ് രണ്ടാമത്തെ എന്താ? ഹെക്സാമെത്തിലിൻ ഡയമീൻ. ഹെക്സാമെത്തിലിൻ ആകുമ്പോൾ CH2 ഹെക്സ 6. അമീൻ എന്ന് വെച്ചാൽ NH2 ആ. ഇവിടെ NH2, ഇവിടെ എന്താണ്? H2N. NH2 ഞാൻ തിരിച്ചെഴുതുന്നുള്ളൂ, H2N. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പം ഒന്നും കൂടെ പറയാം. അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനുമാണ്
നൈലോൺ 6,6ന്റെ അകത്ത് മോണോമർ ഡിഫറെന്റ് ടൈപ്പ് ഇല്ലേ? ഒന്ന് ആലോചിച്ചേ. ഇതാണ് എന്ത് മക്കളെ? ഇതാണ് അഡിപ്പിക് ആസിഡ്. ഇതാണ് എന്ത്? നമുക്കറിയാം ഹെക്സാമെഥിലിൻ ഡയമീൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എത്ര എച്ച് ഉണ്ട്? 2 എച്ച് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു എച്ചും ഇവിടെ നിന്ന് OH കൂടെ പോയി കഴിഞ്ഞാൽ H2O പോയി. സെറ്റാണോ? ഇവിടെ NH2 അല്ലേ? ഇവിടെ 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 എന്താണ്? ഒരു എച്ച് ഉണ്ട്, ഇവിടെ OH ഉണ്ട്. പോയി കഴിഞ്ഞാൽ H2O പോയി. ബാക്കിയുള്ള എന്തൊക്കെയാ? ഇവിടെ നിന്ന് OH പോയ ബാക്കി CO ഉണ്ട്, ഇങ്ങോട്ടുണ്ട്. എന്താ? CO ഉണ്ട്. പിന്നെന്താ? CH2 ഉണ്ട്. ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. എന്താ? ഇവിടെ നിന്ന് OH പോയ CO ഉണ്ട്, അന്നേരം ജോയിൻ ചെയ്യും അല്ലേ? ഇവിടെ H പോയ NH2 ഉണ്ട്, സിംഗിൾ ബോണ്ട്. CH2 6 ഉണ്ട്, കണ്ട? NH2 ഉണ്ട്. ഇത്രയും എന്താണ്? NH ഉണ്ട്, NH ഉണ്ട് അല്ലേ? ഇത്രയും എന്താണ്? N ടൈംസ് ഉണ്ട്. ഇത് N ടൈംസ് ആണ് അല്ലേ? എന്താ എലിമിനേറ്റ് ചെയ്ത്? H2O ആണ് എലിമിനേറ്റ് ചെയ്ത്, NH2O. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നൈലോൺ 6,6. നൈലോൺ 6,6 മനസ്സിലായോ? കാരണം ഇതെന്താണ്? അഡിപ്പിക് ആസിഡ് ആണ്. ഇത് ഹെക്സാമെഥിലിൻ ഡയമീൻ ആണ്. ഇത് N ടൈംസ് ഉണ്ട്, ഇത് N ടൈംസ് ഉണ്ട്. ഇവിടെ നോക്കിയേ, നിങ്ങൾ നോക്കിയേ, ഇവിടെ നോക്കിയേ. ഈ OHും ഇവിടെ നിന്ന് H കൂടെ പോവും, H2O. ഓക്കെ അല്ലേ? H2O പോവും. ഇവിടെ നിന്ന് OHും ഇവിടെ നിന്ന് H പോയി H2O റിമൂവ് ചെയ്തു. ഇതാണ് എന്ത്? കണ്ടൻസേഷൻ പോളിമർ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോണോമർ ഉണ്ടായിരിക്കും. എന്നാൽ അഡീഷൻ പോളിമറിന്റെ അകത്ത് നമ്മൾ പഠിച്ചു ഒറ്റ ടൈപ്പേ ഉള്ളു, PVC വിനൈൽ ക്ലോറൈഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനാണോ കുഞ്ഞുങ്ങളെ? അല്ല. ഓക്കെ, ഇനി കുറച്ച് മോണോമർ നോക്കാം. ഓക്കെ, കണ്ടൻസേഷൻ ഉദാഹരണങ്ങൾ പഠിച്ചു. ഒന്ന് നൈലോൺ 6,6 ഏതൊക്കെയാ? അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനും നമ്മൾ പഠിച്ചു. അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനുമാണ് എന്തിൻ്റെത്? നൈലോൺ 6,6 അല്ലെ? എന്തിനു ഉപയോഗിക്കുന്നു? മാനുഫാക്ചർ ഓഫ് ഫാബ്രിക്സ്. ഈ നാരുകൾ, ഈ നാരുകളൊക്കെ നിർമ്മിക്കാൻ അല്ലെ? പിന്നെ കോമ്പസ്, പിന്നെ ബ്രഷിന്റെ ഒക്കെ അത് നിർമ്മിക്കാൻ വേണ്ടിയൊക്കെ എന്ത് ഉപയോഗിക്കുന്നു? നമ്മൾ നൈലോൺ 6,6 ഉപയോഗിക്കുന്നു. ബ്രഷിന്റെ ഒക്കെ നാരില്ലേ, മറ്റേ നമ്മുടെ അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി നോക്കിയേ, ഇനി അടുത്താണ് ഇമ്പോർട്ടൻറ്റ് ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് ആണ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക്. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. നമുക്കറിയാം സ്വിച്ച് നിർമ്മിക്കുന്നത് ബേക്കലൈറ്റ് ആണ്. ഓക്കെ, ബേക്കലൈറ്റിന്റെ മറ്റൊരു പേരാണ് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. പറഞ്ഞേ, ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. എന്തിനു? ഇതിനകത്ത് മോണോമർ പഠിച്ചു വെച്ചോ. ഫീനോളും ഉണ്ട്, ഫോർമാൽഡിഹൈഡും ഉണ്ട്. 2 ഡിഫറെന്റ് മോണോമർ ഇല്ലയോ? ഇല്ല. ഇങ്ങോട്ട് നോക്കൂ കുഞ്ഞുങ്ങളെ, ഇല്ലയോ? ഉണ്ട്. അപ്പം ബേക്കലൈറ്റിനകത്ത് മോണോമർ ഫീനോൾ ഫോർമാൽഡിഹൈഡ്. എന്തിനുപയോഗിക്കുന്നു? മാനുഫാക്ചർ ഓഫ് സ്വിച്ച് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പ്ലഗ്, പിന്നെ ഹാൻഡ് ഓഫ് പ്രഷർ കുക്കറിന്റെ പിടിയില്ലേ, പിടിയില്ലേ, അത് നിർമ്മിക്കാൻ എന്തുപയോഗിക്കുന്നു? ബേക്കലൈറ്റ് യൂസ് ചെയ്യുന്നു. എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. അടുത്തയാണ് മക്കളെ, അടുത്തയാണ് പോളിസ്റ്റർ. അതാണ് പോളി എഥിലീൻ ടെർത്താലേറ്റ്. അതാണ് പോളിസ്റ്റർ എന്ന് പറയും, പോളിസ്റ്റർ. ഓക്കെ, എന്താണ് മോണോമർ? എഥിലിൻ ഗ്ലൈക്കോളും ടെർത്താലിക് ആസിഡും എഥിലിൻ ഗ്ലൈക്കോളും ടെർത്താലിക് ആസിഡ്. എഥിലിൻ ഗ്ലൈക്കോളും ടെർത്താലിക് ആസിഡ് എന്തിനുപയോഗിക്കുന്നു? മാനുഫാക്ചർ ടാർപോളിൻ ഷീറ്റ് നിർമ്മിക്കാനും ബോട്ടിലും ഫാബ്രിക്സ് തുണിത്തരങ്ങളൊക്കെ നമുക്കറിയാം. പോളിസ്റ്റർ തുണി ഇല്ലേ? പോളിസ്റ്റർ തുണി നിങ്ങൾക്കറിയാം. പോളിസ്റ്റർ കോട്ടൺ തുണിയൊക്കെ ഇല്ല, പോളിസ്റ്റർ തുണി ഒക്കെ നിർമ്മിക്കാൻ നമ്മൾ എന്താണ് ഈ പറഞ്ഞ പോളി എഥിലിൻ ടെർത്താലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ പോളിമറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 2 ടൈപ്പാണ്. ഏതൊക്കെയാണ്? അഡീഷൻ പോളിമറും അടുത്ത എന്താണ്? കണ്ടൻസേഷൻ പോളിമറും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് പോളിമറൈസേഷൻ അടിപൊളിയായിട്ട് പഠിച്ചു. അപ്പൊ 3 റിയാക്ഷൻ ക്ലിയർ ആയി. ഒന്ന് അഡീഷൻ റിയാക്ഷൻ, 2
ആദേശ രാസപ്രവർത്തനം, 3 പോളിമറൈസേഷൻ. ഇനി 2 റിയാക്ഷനും കൂടെ പഠിക്കണം. അതിൽ അടുത്തയാണ് തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം. അത് കഴിഞ്ഞാൽ കമ്പക്ഷൻ ഓഫ് ഹൈഡ്രോകാർബൺ, ഹൈഡ്രോകാർബണിന്റെ ജ്വലനം. ഈ 5 റിയാക്ഷൻ പഠിച്ചു വെച്ചോണം, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം? ഒന്നുമില്ല, മോളിക്കുലാർ വെയിറ്റ് കൂടിയ ഒരു ഹൈഡ്രോകാർബണിനെ വായുവിന്റെ എയറിന്റെ ആബ്സെൻസിൽ ചൂടാക്കുമ്പോൾ മുറിഞ്ഞ് പൊട്ടി മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞ ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. ഇതാണ് താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയും. അങ്ങനെ വിഘടിക്കുമ്പോൾ ഒന്ന് സാച്ചുറേറ്റഡ് ആയിരിക്കും, ഒന്ന് പൂരിതമായിരിക്കും, മറ്റേത് അപൂരിതമായിരിക്കും. മനസ്സിലായോ? അപ്പൊ എന്താണ് താപീയ വിഘടനം? തന്മാത്രാ ഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോകാർബണുകളെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്രാ ഭാരം കുറഞ്ഞ ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും, മോളിക്കുലർ വെയിറ്റ് കുറഞ്ഞ ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇതിനെ പറയുന്ന പേരാണ് തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ ഞാൻ തരാം. CH3 CH2 CH3 ഇത് എയറിന്റെ ആബ്സെൻസിൽ ഞാൻ ചൂടാക്കുമ്പോൾ ഇത് പൊട്ടും. ഇതെന്താണ്? പൊട്ടും. ഇതിന്റെ ഫോർമുല എന്താ? C3H8 എന്ന് വരും. പൊട്ടിക്കഴിഞ്ഞാൽ 2 കോമ്പൗണ്ട് ഉണ്ടാകും. 2 കോമ്പൗണ്ടുകളുടെ മോളിക്കുലർ ഫോർമുല ഒക്കെ തമ്മിൽ കൂട്ടിയാൽ ഇത് കിട്ടണം. പക്ഷെ ഒരെണ്ണം സാച്ചുറേറ്റഡ് ആയിരിക്കും, മറ്റേത് അൺസാച്ചുറേറ്റഡ് ആയിരിക്കും, അപൂരിതവും പൂരിതവുമായിരിക്കും. ശ്രദ്ധിക്കാം, പൊട്ടാൻ ചാൻസ് ഇവിടെ നിന്ന് പൊട്ടി ഇത് ഒരെണ്ണമായിട്ട് മാറും, ഇത് ഒരെണ്ണമായിട്ട് മാറും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊട്ടാം, അപ്പൊ ഇതിങ്ങനെ മാറും, ഇതിങ്ങനെ മാറും. ഓക്കെ ആണോ? ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ നിന്ന് പൊട്ടിക്കുമ്പോൾ ഇത് മാറി. അപ്പൊ എന്താ ഒന്ന് പറഞ്ഞ് CH2 ഡബിൾ ബോണ്ട് CH2, ഇത് അൺസാച്ചുറേറ്റഡ് ആണ്. നിങ്ങൾ ഇതിന്റെ ഫോർമുല പറഞ്ഞ് 1 2 C2 ഉണ്ട്, H എത്ര ഉണ്ട്? 2 4 H4 അല്ലേ? C2H4. ഇനി ബാക്കി എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 കാർബൺ ആറ്റം. മൊത്തം C3H8 വരേണ്ടത്. ഒന്ന് C2H4 കിട്ടി, ഇനി എന്താ? CH4 അല്ലേ വരേണ്ടത്, പ്ലസ് CH4. മനസ്സിലായോ? ഇത് പൂരിതവും ഇതെന്താണ്? അപൂരിതവുമാണ്. ഇത് സാച്ചുറേറ്ററും ഇത് അൺസാച്ചുറേറ്ററുമാണ്. അപ്പൊ എന്താ തെർമൽ ക്രാക്കിംഗ് എന്ന് മനസ്സിലായോ? എന്താ? ഒരു ചില ഹൈഡ്രോകാർബണുകളെ വായുവിന്റെ ആബ്സെൻസിൽ ചൂടാക്കുമ്പോൾ വിഘടിച്ച് മുറിച്ച് പൊട്ടി എന്താണ്? മോളിക്കുലർ വെയിറ്റ് കുറഞ്ഞ ഹൈഡ്രോകാർബൺ ആയിട്ട് മാറുന്നു. ക്ലിയർ? ഇത് രണ്ടും കൂടെ കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തതേ, ഇതിനെ തെർമൽ ക്രാക്കിംഗ് നടത്തണം. നോക്കിയേ, ഇതിന്റെ ഫോർമുല എന്താ, അല്ലെങ്കിൽ ഇതിന്റെ പേരെന്താ? 1 2 3 4 ആകുമ്പോൾ ബ്യൂട്ടേൻ ഫോർമുല ഒന്ന് പറഞ്ഞേ. ഫോർമുല C4. 3 2 5 2 7 3 10. മനസ്സിലായോ? 10 മുറിച്ചപ്പോ ഒരെണ്ണം നമുക്ക് കിട്ടി. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം. നോക്കി ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ടോന്ന് പറഞ്ഞേ. 1 2 3 C3 ഉണ്ട്, കുഞ്ഞുങ്ങളെ നോക്ക്, C3 ഉണ്ട്. H എത്ര ഉണ്ട്? 3 1 4 2 6 എണ്ണം ഉണ്ട് അല്ലേ? മൊത്തം എത്ര വേണ്ടത്? C4H10. അപ്പോൾ 1 കാർബണും ഉണ്ട്, പിന്നെ H4 CH4. കണ്ടോ? ഇതാണ് തെർമൽ ക്രാക്കിംഗ്. കിട്ടുന്ന ഒന്ന് സാച്ചുറേറ്ററും രണ്ടാമത്തെ അൺസാച്ചുറേറ്ററും ആയിരിക്കും. ഇനി നോക്കിയേ, CH3 CH2 CH3. ഓക്കെ, 1 2 3 4 5 ആവുമ്പോൾ പെന്റേൻ ഫോർമുല C5 പറഞ്ഞു. 3 2 5 2 7 2 9 3 12 C5H12 അല്ലേ? ഇതിനെ നമ്മൾ വായുവിന്റെ ആബ്സെൻസിൽ ചൂടാക്കുമ്പോൾ നോക്കി CH2 ഇത്
സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ? ഡബിൾ ബോണ്ടാ, അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അപൂരിതമാണ്. ഒന്ന് എണ്ണിക്കേ മക്കളെ. 2 കാർബൺ ഉണ്ട്, എച്ച് എത്ര ഉണ്ട്? 2 + 2 4. ഓക്കെ, C5H12 ആണ്. C5H12 2 പോയി, ബാക്കിയുള്ള എന്താ? C3 വരും. H12 4 പോയാൽ H8 വരും. അപ്പൊ C3 H8 ആണ് വരേണ്ടത്. അപ്പൊ എന്താണ്? CH3 CH2 CH3. നോക്കിയേ, മനസ്സിലായോ? ഇത് സാച്ചുറേറ്ററും ഇത് അൺസാച്ചുറേറ്ററും. ഇതാണ് എന്ത്? തെർമൽ ക്രാക്കിംഗ്. വെൻ ഹീറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, some hydrocarbon with high molecular weight decompose into hydrocarbon with lower molecular weight. This process is called thermal cracking, absence of air. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? നോക്കി, ഇവിടെ ഈ പറയുന്ന C5H12 എന്ന് പറയുന്ന ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട് തെർമൽ ക്രാക്കിംഗ് നടത്തുമ്പോൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ C2H4 ആ. ബാക്കി വരുന്നത് മൊത്തം C5H10 C2H4 2 പോയാൽ C3 വരും. 4H പോയി കഴിഞ്ഞാൽ 8 വരും. CH3 CH2 CH3. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം. ജ്വലനം അല്ലെങ്കിൽ കമ്പക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓക്സിജനുമായി റിയാക്ട് ചെയ്യുക. ഏതൊരു വസ്തുക്കൾ കത്തുക, കമ്പക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ചോണം, ഓക്സിജനുമായി റിയാക്ട് ചെയ്യുക. അതായത് ഹൈഡ്രോ കാർബൺ കമ്പക്ട് ചെയ്താൽ, കത്തിയാൽ, ജ്വലിച്ചാൽ ഉണ്ടാകുന്നത്, ഫോം ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. ഞാൻ കാണിച്ചു തരാം. CH4 ഓക്കെ അല്ലേ, +O2 കണ്ടോ, ഗീവ്സ്. അപ്പൊ എന്താകും മക്കളെ? ഒന്ന് പറഞ്ഞേ. ഈ കാർബണും ഓക്സിജനും കൂടെ എന്തായി മാറും? കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറും. പ്ലസ് ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടെ എന്തായി മാറും? എന്തായി മാറും? ജലമായി മാറും. പ്ലസ് എന്താണ്? താപം വരും. അപ്പൊ ഏതൊരു ഹൈഡ്രോ കാർബൺ ബേൺ ചെയ്താലും, കത്തിയാലും, ജ്വലിച്ചാലും ഉണ്ടാകുന്ന എന്താ? കാർബൺ ഡയോക്സൈഡും എന്താണ്? വാട്ടറുമാണ്. കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ്. ഓക്കെ ആണ്. അപ്പൊ ഏതൊരു ഹൈഡ്രോ കാർബൺ, CH4 എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബണാ, കത്തുക എന്ന് വെച്ചാൽ ഓക്സിജനായി പ്രവർത്തിക്കുക. കാർബൺ കത്തിയാൽ കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ കത്തിയാൽ വാട്ടർ അല്ലേ? അങ്ങനെ ഏതൊരു ഹൈഡ്രോ കാർബൺ ജ്വലിച്ചാലും ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിരിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായ മക്കളെ? അതെ, C4H10 ഇത് ബ്യൂട്ടേന, കത്തുക, ഓക്സിജനുമായി പ്രവർത്തിക്കുക. അപ്പൊ എന്തുണ്ടാകും? കാർബൺ ഓക്സിജനോ പ്രവർത്തിച്ച കാർബൺ ഡയോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഓക്സിജനോ പ്രവർത്തിച്ച ജലം. ഏതൊരു ഹൈഡ്രോ കാർബൺ ബേൺ ചെയ്താലും ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിരിക്കും. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 5 റിയാക്ഷനുകൾ വ്യക്തമായി പഠിച്ചു. 1 അഡീഷൻ റിയാക്ഷൻ, 2 ആദേശ രാസപ്രവർത്തനം, 3 പോളിമറൈസേഷൻ, 4 തെർമൽ ക്രാക്കിംഗ്, 5ാമത്തത് കമ്പക്ഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ. സെറ്റാണ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനകത്ത് പഠിക്കാനുള്ള എന്താണ്? കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, മെത്തനോള്, ഇതിന്റെ പ്രിപ്പറേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ ടോപ്പിക് എന്ത് ചെയ്യും? തീരും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ഈ ക്ലാസ് മനസ്സിലായി ഇഷ്ടപ്പെട്ടാൽ മാക്സിമം കൂട്ടാലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. ഓക്കെ, ബൈ, സീ യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.